അപ്പോൾ മഴക്കാലം എന്ന് പറയാനില്ല, മഴക്കാലത്തിൻ്റെ ടൈമായില്ല. ഇപ്പം മീനമാസമാണല്ലോ. കുറച്ച് ദിവസങ്ങളൂടെ കഴിയുമ്പോൾ മേടത്തിലേക്ക് പോവുകയാണ്, വിഷു വരികയാണ്. അപ്പം ഇവിടെ ഈ നാട്ടിൽ മിക്കവാറും ഞാൻ നോക്കുന്ന കൊന്നകളെല്ലാം നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ മഴയും കൂടെ പെയ്യുമ്പോൾ മഴയും കാറ്റും ഉണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പം സർവ്വതും കൊഴിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ഇനി വിഷു ആകുമ്പോൾ കണി കാണാൻ കൊന്നയ്ക്ക് എവിടെ പോകുമെന്നുള്ള ചിന്തയാണ് ഈ കൊന്നപ്പൂ ഉള്ള വീട്ടിലെ ആ മനുഷ്യർ. അപ്പം വീട്ടിൽ കുറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു വരുന്നു. ഇനിയും അടുത്ത ഇത് ഇപ്പം കൊഴിഞ്ഞെല്ലാം തീർന്നു കഴിയുമ്പോൾ നന്നായിട്ട് മഴ പെയ്യില്ല. ആ മഴയത്ത് വീണ്ടും പൊട്ടിക്കിളിർക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ചും കൊച്ചു പിള്ളേർക്ക് കൂടുതലും പൂവിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാനപ്പോൾ ഇന്ന് മൊട്ട് പറിച്ച സമയത്ത് ഇങ്ങനെ ഓർത്ത് ഇന്ന് ആർക്കെങ്കിലും കൊടുക്കാം. കാരണം കുഞ്ഞ് എന്ന് പറയുന്നത് ഇത്തിരി നേരമൊക്കെ തല വയ്ക്കും, പിന്നെ അവളെടുത്ത് കളയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് കൂടുതലും കാണുന്നത് ഇഷ്ടമാണ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിറച്ച് വെച്ചിട്ടൊക്കെ പോവാം. ഇപ്പം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ കല്യാണത്തിന്, എന്നുവെച്ചാൽ പ്രായ വ്യത്യാസമുണ്ട് കേട്ടോ, ഏറ്റവും ഇളയ ആളും കണ്ട നല്ല വ്യത്യാസമുണ്ട്, കുറേ മക്കളുള്ളതാണ്. അപ്പം അങ്ങനെ ആ കല്യാണത്തിന് തല നിറയെ പൂവുമായിട്ട് ഞങ്ങൾ മൂന്നാല് പെൺകുട്ടികൾ കല്യാണത്തിന് പോയിട്ട് ആ നാട്ടിലുള്ളവർ പറഞ്ഞു, ഇതുവരെന്തോ പൂക്കടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത് പോലെ ഉണ്ട് നിറച്ച് പൂവ് എന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു മുറം പൂവാണ് മുട്ട് വാങ്ങിച്ചിട്ടാണ് ഞങ്ങളിരുന്ന് തച്ചിനിരുന്ന് കെട്ടിയത്. അന്നത്തെ കാലമല്ലേ. അപ്പം ഭയങ്കരമായിട്ടും ഇഷ്ടമാണ്. അങ്ങോട്ട് സ്ലൈഡൊന്നും കയറത്തില്ല. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നൂലിട്ട് കെട്ടിയിട്ട് പിന്നെയാണ് സ്ലൈഡിലൊക്കെ എങ്ങനെയൊക്കെ അത് വെച്ചത് തലയിലെന്ന് പോലും ഓർമ്മയില്ല ഇപ്പോൾ. അതുപോലെ ഒത്തിരി വെച്ച് പോവുക. അപ്പം ഇതുവഴി പോകുന്ന കുറേ പേരൊക്കെ ഇങ്ങനെ മുന്നിലോട്ട് നോക്കാറുണ്ട്. പക്ഷെ ഞാൻ അത്യാവശ്യം ഈ അമ്മമാരൊക്കെ അടുത്തൊക്കെ ഉള്ളത് ഞാൻ വൈകുന്നേരം പൂ പറിക്കുമ്പോൾ അവിടോട്ടെങ്ങനെ പോകണമെങ്കിൽ അവർക്കൊക്കെ കൊടുക്കും. എല്ലാവർക്കും മണം ഇഷ്ടമാണല്ലോ, അങ്ങനെ അവർക്ക് കൊടുക്കും. ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അടുത്തൊരു കൊച്ചുണ്ട്. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ ഒരു പ്രാവശ്യം വന്ന് മുല്ലയുടെ കമ്പ് ചോദിച്ചായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് അങ്ങനെ അമ്മ ചോദിക്കണമെങ്കിൽ മോൾക്ക് അതിനോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് പൂ പറിച്ചപ്പം കുറച്ച് മുട്ടുമൊക്കെ ആയിട്ട് ഞാനും കുഞ്ഞും കൂടെ ഇവിടെ നിന്ന് ആ വീട്ടിൽ അടുത്ത് തന്നെയാണ് ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പട്ടിയുണ്ട്, പൊക്കമില്ലാത്ത നല്ല കറുത്തുരുണ്ട പട്ടി. അതങ്ങോട്ട് കുരയ്ക്കാൻ തുടങ്ങി. അപ്പം കുഞ്ഞിന് ഈ സൗണ്ട് കേട്ടിട്ടങ്ങ് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് മാറി നിന്നു. അവിടുത്തെ ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചു വന്നു കൊടുത്തു. ഞാൻ തുറന്നു നോക്കാം എന്താണെന്ന്. അപ്പം തുറന്നു മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു സന്തോഷം കൊച്ചിൻ്റെ മുഖത്തൊന്നറിയാവോ അത് കണ്ടപ്പോൾ. അപ്പം ഞാൻ ഹാപ്പി. നമുക്ക് ആ ഒരു സന്തോഷം, വലിയവരുടെ സന്തോഷത്തിനെക്കാട്ടി കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, അവരുടെ മനസ്സ് തുറന്നുള്ള ആ ചിരി ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം എനിക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടെ അത് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു.